ഹായ് ഇസ് മൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബ്ലാക്ക് ടൗഡി ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ആപ്പ് ലൈവ് ആസ്റ്റ് ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. ഇപ്പം നമ്മളിന്ന് നോക്കുന്നത് റായൻ ട്രെയിലർ, മൈ ഒപ്പീനിയൻ. റായൻ മൂവിയുടെ ട്രെയിലറിനെ കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. ധനുഷിൻ്റെ 50ാമത്തെ ചിത്രമാണ് റായൻ എന്നത്. അപ്പോൾ ആ ചിത്രത്തിൻ്റെ ട്രെയിലർ പുറത്തുവിട്ടു. അപ്പോൾ യൂട്യൂബിൽ ഞാൻ കാണുമ്പോൾ ഏകദേശം 9 മില്യൺ വ്യൂസും കിടന്ന് യൂട്യൂബിൽ നമ്പർ 1 ട്രെൻഡിങ്ങിൽ നമ്പർ 1 ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് റായൻ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ വളരെയധികം ഇമ്പ്രസീവായി. ഒരു മാസ് ട്രെയിലർ, അല്ലെങ്കിൽ ഒരു 50ാമത്തെ ചിത്രം, ഒരു ഹീറോയുടെ 50ാമത്തെ ചിത്രം എന്ന് പറയുമ്പോൾ ഒരു നാഴികക്കല്ലായിരിക്കുമല്ലോ. അപ്പോൾ അതിന് വളരെയധികം ഹൈപ്പ് കൂട്ടുന്ന രീതിയിൽ, അല്ലെങ്കിൽ വളരെയധികം എക്സ്പെക്റ്റ് ചെയ്യാവുന്ന രീതിയിലൊരു ട്രെയിലറാണ് കാണുവാനായിട്ട് സാധിച്ചത്. ഫുള്ള് നല്ല ധനുഷിൻ്റെ ഒരു മാസ്സായിട്ടൊരു റോളാണെന്ന് തോന്നുന്നു. അദ്ദേഹം തന്നെയാണ് ഇതിൻ്റെ സംവിധായകൻ. അദ്ദേഹത്തിന് 50ാമത്തെ ചിത്രമാണ്. ധനുഷ് തന്നെയാണ് ഇതിൻ്റെ സംവിധായകൻ എന്നത് മറ്റൊരു പ്രത്യേകതയാണ്. ധനുഷ് സംവിധാനം ചെയ്യുന്ന 2ാമത്തെ ചിത്രമാണ് റായൻ എന്നത്. ആദ്യ ചിത്രം പവർ പാണ്ടി 2017 പുറത്തിറങ്ങിയത്. രാജ് കിരൺ ആയിരുന്നു മെയിനായിട്ട്. അതിലും ധനുഷ് ഉണ്ടായിരുന്നു. രാജ് കിരണിൻ്റെ ചെറുപ്പകാലം ധനുഷായിരുന്നു അഭിനയിച്ചത്. ആ ചിത്രം വൻ ഹിറ്റായ ചിത്രമാണ്. അതിനുശേഷമുള്ള അദ്ദേഹത്തിൻ്റെ സംവിധാനം രംഗത്തുള്ള 2ാമത്തെ ചിത്രം, സംവിധാനം ചെയ്യുന്ന 2ാമത്തെ ചിത്രമാണ് റായൻ എന്നത്. അതുകൊണ്ട് തന്നെ ആദ്യ ചിത്രത്തിൽ തന്നെ അദ്ദേഹത്തിന് തൻ്റെ ഡയറക്ഷനിലുള്ള അദ്ദേഹത്തിന് മികവ് അദ്ദേഹം തെളിയിച്ചതാണ്. അതുതന്നെ നല്ലൊരു ട്രെയിലർ കണ്ടപ്പോൾ തന്നെ വളരെ മനോഹരമായ ഒരു ഇതാണ് നമുക്ക് തോന്നിയത്. വളരെ മാസ്സായിട്ടും, പ്രത്യേകിച്ച് നെഗറ്റീവ് റോൾസ് എസ് എ സൂര്യയും പ്രകാശ് രാജുവും ഒക്കെയാണെന്ന് തോന്നുന്നു. എസ് എ സൂര്യയാണെന്ന് തോന്നുന്നു നെഗറ്റീവ് റോള്. അപ്പോൾ അതൊക്കെ എസ് എ സൂര്യയെ ധനുഷ് കോമ്പിനേഷൻ, ഹീറോ വില്ലനാണെങ്കിൽ ഒരു പൊളിക്കും. അതിൻ്റെ കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം എസ് എ സൂര്യ എന്ന് പറയുന്നത് തമിഴകത്ത് അദ്ദേഹം ഉണ്ടെങ്കിൽ തന്നെ ചിത്രം മിനിമം ഗ്യാരണ്ടി എന്ന ലെവലിലാണ് പോകുന്നത്. കാരണം നായകനെപ്പോഴും നിഷ്പ്രഭമാക്കുന്ന ഒരു ആക്ടിങ്ങാണ് അദ്ദേഹം ചെയ്യുന്നത്. മാനാടിലും ഒക്കെ നമ്മൾ കണ്ടതാണ്. മാർക്കാനണിയും മാനാട് എല്ലാത്തിനും നമ്മൾ കണ്ടതാണ്. അപ്പോൾ അദ്ദേഹം ഏത് റോള് കൊടുത്താലും നിഷ്പ്രഭമാക്കി കളയും മറ്റുള്ളവരെ കൂടെ നിൽക്കുന്നവരെ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് എസ് എ സൂര്യ ഉള്ളതുകൊണ്ട് തന്നെ ഒരു ചിത്രത്തിന് വളരെ നല്ലൊരു എക്സ്പെക്റ്റേഷനാണ് നമുക്ക് തോന്നുന്നത്. അതോടൊപ്പം പ്രകാശ് രാജുണ്ട്, പിന്നെ ധനുഷിൻ്റെ ബ്രദറായ സെൽവരാഘവനുണ്ട്, കാളിദാസ് ജയറാമുണ്ട്. അങ്ങനെ നീണ്ടൊരു കാസ്റ്റിംഗ് ഉണ്ട്. ഇതിൻ്റെ സിനിമാട്ടോഗ്രാഫി ഓം പ്രകാശാണ്. ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെ മനോഹരമായ വിഷ്വൽസാണ്. ഇതിൻ്റെ മ്യൂസിക് എന്ന് പറയുന്നത് എ ആർ റഹ്മാനാണ്. ബാക്ക്ഗ്രൗണ്ട് BGM കേട്ടപ്പോൾ തന്നെ വളരെയധികം ഇഷ്ടപ്പെട്ടു. നല്ലൊരു BGM ആണ് ചിത്രത്തിൽ. ഏതായാലും പാട്ടുകളും കുഴപ്പമില്ല. ഏതായാലും ജൂലൈ 26-നാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തുന്ന ധനുഷിൻ്റെ 50ാമത്തെ ചിത്രം എന്നത്. അപ്പോൾ ആരാധകർക്കൊരു ട്രീറ്റ് ആയിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. വളരെ മാസ്സായിട്ടൊരു ലുക്കും മാസ്സായിട്ടുള്ള ഡയലോഗുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ലൊരു മാസ് ആക്ഷൻ ചിത്രമായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ട്രെയിലർ കണ്ടപ്പോൾ ഒട്ടും നിരാശപ്പെടുത്തിയില്ല ട്രെയിലർ. പടം ഇറങ്ങുമ്പോൾ നമുക്ക് ബാക്കി അറിയാൻ സാധിക്കും എങ്ങനെയാകുമെന്ന്. പക്ഷേ ട്രെയിലർ കാണുമ്പോൾ നല്ലൊരു പ്രതീക്ഷ നൽകുന്ന ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു പടമായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് റായൻ ട്രെയിലർ കണ്ടപ്പോൾ. ഏതായാലും ധനുഷിൻ്റെ 50ാമത്തെ ചിത്രം, ധനുഷിൻ്റെ ആദ്യ ചിത്രം 2002 പുറത്തിറങ്ങിയ തുള്ളുവതോരുമയായിരുന്നു ആദ്യ ചിത്രം. അപ്പോൾ അദ്ദേഹത്തിന് 22 വർഷത്തെ കരിയർ, അതിന് 50ാമത്തെ ചിത്രമായിട്ട് അദ്ദേഹം വരികയാണ്. അതും അദ്ദേഹം തന്നെയാണ് സംവിധാനം ചെയ്യുന്നത്. ഏതായാലും ജൂലൈ 26-ന് തിയേറ്ററുകളിലെത്തും. ചിത്രം വൻ വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.